ഫസ്റ്റ് ചെറിയൊരു നാണക്കേട് മീൻസ് എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നു, നല്ല സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ. മീൻസ് എല്ലാവരും കുറേ പേര് എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും ഇപ്പോഴും കാണിലുണ്ടോ ഒക്കെ പറയുമ്പോൾ സന്തോഷമാണ്. ആണോ? എന്തിനാ എല്ലാരും കളിയാക്കുന്നേ? കളിയാക്കുന്നില്ല, നമുക്ക് ചില സീൻസ് ഉണ്ടാവല്ലോ, ഞാനിങ്ങനെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ കുറേ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുക്കാലും കോമഡി ആയിട്ടല്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും തോന്നുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എന്നെ കളിയാക്കാറുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോ എന്തും പറഞ്ഞ കളിയാക്കുന്നേ? സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ ഇറങ്ങുന്ന ഓരോ റീൽസിലെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു എന്താ കുട്ടി പിശാച് അങ്ങനെയാണോ കളിയാക്കുന്നേ? ഓ കളിയാക്കലുണ്ട്. ആണോ? ഫ്രണ്ട്സ് ആണോ? ആ ഫ്രണ്ട്സും ഉണ്ട്, പിന്നെ എന്നോട് ഇതുവരെ മിണ്ടാത്തവരടക്കം ഞാനിവിടെ പാസ് ചെയ്തൂടെ പോകുമ്പോഴത്തേക്കും ഡയലോഗൊക്കെ പറഞ്ഞു അങ്ങനെയല്ല, അങ്ങ് നീങ്ങി കിടക്കണ കുട്ടിപ്പിശാച്ചനൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. നമ്മള് സ്റ്റാഫ് റൂമിലൊക്കെ ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും 10ലെ ചേട്ടന്മാരൊക്കെ പറയുന്നത് കാണാൻ ജനലെടുത്ത് വന്നിട്ട് മാറി നിക്കടി കുട്ടി. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് കട്ട്സ് ഇപ്പൊ വൈറലായുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഓർമ്മ ഇപ്പോഴും ആ കുട്ടി പിശാചിന്റെ ഇതൊക്കെ ചെയ്തതൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? മീൻസ് എല്ലാം ഓർമ്മയില്ല, കാരണം നല്ല യങ്ങായിരുന്നപ്പോഴും 3.5 വയസ്സല്ലേ വയസ്സുള്ളപ്പോ. അപ്പൊ അതിൻ്റെതായ നമുക്ക് അത്രയും ചെറുപ്പത്തിലെ ഓർമ്മയില്ല എനിക്ക് കുറെയൊക്കെ. പിന്നെ അച്ഛനും അമ്മയും കുറെ മെമ്മറീസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നു ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ എണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് സെറ്റിൽ ഭയങ്കര കുസൃതിയായിരുന്നു. സെറ്റില് നല്ല കുസൃതിയായിരുന്നു. എന്തൊക്കെ കുസൃതിയാ ചെയ്തിട്ടുള്ളത്? ഞാനോ? എനിക്ക് പണ്ട് ഈ വായന ശീലമുള്ളത് കൊണ്ട് ഈ എന്തെങ്കിലും കഥാബുക്ക് കിട്ടിയാൽ എല്ലാവരെയും കൊണ്ട് എനിക്കൊന്ന് വായിക്കണം. എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും കഥ അറിയാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അതെന്തുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് ഉച്ചക്ക് സെറ്റിലെ ഏട്ടന്മാരെല്ലാം റെസ്റ്റ് എടുക്കാൻ ഒരു സമയം ചെല്ലുക. അപ്പൊ അവർക്ക് 5 മിനിറ്റ് കിട്ടുമ്പോ എന്റെ ഓരോ കളിക്കാതെ ഞാൻ പോവാൻ വേണ്ടിട്ട് തലേ കൂടെ തുണിയൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യുന്ന അറിയാം, നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അവരെ തോണ്ടും. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ പോകും. അങ്ങനെ ചെയ്തിട്ടില്ലേ? അമ്മ പറഞ്ഞു. ഡയറക്ടറെങ്കിലും സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും ഇവര് ഡയലോഗ് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി തോണ്ടും. അപ്പൊ അവരുടെ ശ്രദ്ധ എന്റെ ആകുമ്പോ ഞാനിങ്ങനെ അടങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കും. പണ്ടേ കുരുത്തം കെട്ട കുട്ടിയാണ്. ജോയ്സ് എഴുതിയ മഞ്ഞുരുകം കാലം എന്ന നോവൽ മലയാള മനോരമയുടെ വീക്കിലിയിലാണ് ആദ്യം എത്തിയത്. ഈ നോവലാണ് പിന്നീട് മഴവിൽ മനോരമ സീരിയലാക്കി മാറ്റിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ട്രെൻഡിങ് ആയിരിക്കുന്നത് മഞ്ഞുരുകം കാലം എന്ന സീരിയൽ തന്നെയാണ്. നിരവധി ആരാധകരാണ് ഈ സീരിയലിന് ഉള്ളത്. ഈ സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ജാനിക്കുട്ടിക്കും ആരാധകർ ഏറെയാണ്. അവിടെ പൊക്കിക്കൊണ്ടൊക്കെ വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അമ്മ. ഉണ്ട്. ഈ ഷൂട്ടിങ്ങിന്റെ തുടങ്ങാൻ വേണ്ടി 1 മിനിറ്റ് ഒക്കെ ബാക്കിയുള്ളപ്പോ എന്നെ കാണൂല. എവിടെ പോവും? ഞാൻ എവിടെയെങ്കിലും വിളിച്ചിരിക്കും. മടിയായിരുന്നാ? മടിയായിരുന്നു ചോദിച്ചാ ആ സമയം ഇതിനോട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഫുൾ ഡേ കഴിഞ്ഞിട്ട് പിന്നെയും വിളിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഉടനെ പോയിട്ട് വിളിച്ചിരിക്കും. അപ്പൊ പിന്നെ അവിടുന്ന് മറ്റേ വേതാളത്തിനടുത്ത് തോളിടുന്ന കണക്ക് വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഏട്ടന്മാരിലൊക്കെ വന്ന് എന്നെ എടുത്തിട്ട് അവിടെ കൊണ്ട് ഇരുത്തും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കും. അപ്പൊ ഈ ഇതിനകത്ത് ഒരുപാട് കരയണ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കരയുന്നേ? എനിക്ക് ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പേടിയായിരുന്നു. അപ്പോ ഗ്ലിസറിൻ ആദ്യം 1-2 തവണ ഒഴിച്ചപ്പോഴത്തേക്കും തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. അത് പിന്നെ ഞാൻ ഗ്ലിസറിൻ കാണുമ്പോഴേ കരഞ്ഞു തുടങ്ങി. ഗ്ലിസറിനോടുള്ള പേടി കരഞ്ഞു. അത് ഇപ്പൊ ഒഴിക്കുന്ന പറഞ്ഞ ഞാൻ അപ്പൊ കരയും. അതുകൊണ്ട് തന്നെ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. എന്നാലും ഈ കരയണ ഒരുപാട് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് കരച്ചിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഈ കരയണ സാധനം എനിക്കൊക്കെ ഇടയ്ക്ക് കരയാനൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അതുപോലെ ചിരിക്കാൻ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? ചിരിയൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് വന്നിട്ടുണ്ടോ? എന്റെ സ്വഭാവത്തിന് എനിക്ക് ചിരിയേ വന്നിട്ടുണ്ടാവുള്ളൂ. എനിക്ക് ആ പേടി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഇതുണ്ടാവൂല. അപ്പൊ ഈ ഡയലോഗ് ഒക്കെ എങ്ങനെയാ പഠിക്കുന്നേ? ഡയലോഗ് എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ ഇവര് സ്ത്രീ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ പുറകുന്ന് പറഞ്ഞു ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് കേട്ടുപിടിച്ച് അപ്പൊ തന്നെ അവര് പറഞ്ഞ അതേ സാധനം കോപ്പി അടിച്ചു പറയും. ഞാൻ കുട്ടി പിശാചല്ല. പിന്നെ എന്താ ചുമരുമ്പോ ഇവിടെ ഭിത്തിയാ. അല്ല, അത് ഭയങ്കര ക്യൂട്ടായിട്ട് അത് ചെയ്തേക്കുന്നേ. എനിക്കൊന്ന് ആ ഒരു ഏജിന്റെ നല്ല കളങ്കതയും എല്ലാം കൂടെ വന്നതുകൊണ്ടായിരിക്കും. അത്രയും ഭയങ്കര പ്യുവർ ആയിട്ടാണ് ആ ഒരു
പോർഷൻ ചെയ്തേക്കുന്നത്. ആ പോർഷൻ അല്ല, മൊത്തത്തിൽ ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടർ ഫുൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ വീണ്ടും ജാനിക്കുട്ടിയുടെ നിരവധി വീഡിയോകളാണ് വൈറലായി മാറുന്നത്. ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാൽ ജാനിയുടെ പഴയ വീഡിയോകളൊക്കെ ട്രോളുകളായും മറ്റുമൊക്കെ നമ്മൾക്ക് മുന്നിൽ എത്താറുണ്ട്. പലരും അത് ടിക്ടോക്ക് വീഡിയോയായും റീലുകളായും ഇപ്പോൾ പങ്കുവച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. ജാനിമാരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് കാണാൻ, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനും അറിയാനും എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ജാനിക്കുട്ടിയുടെ പല കാലഘട്ടങ്ങളായുള്ള വേഷങ്ങൾ ചെയ്തത് പല ആളുകളാണ്. ഇതിൽ പ്രേക്ഷകരുടെ മനസ്സിലുടക്കിപ്പോയ ഒരു കുഞ്ഞു മുഖമുണ്ട്. നിസ്സഹായത നിറഞ്ഞ കണ്ണുകളോടെ, വേദന നിറഞ്ഞ മുഖത്തോടെ അമ്മക്കിളിയുടെ താരാട്ടൊന്നും കേട്ടില്ല എന്ന പാട്ടിൽ ഏറ്റവും കൂടുതൽ അർഹയായി തോന്നിയ ഒരു കുഞ്ഞു ബേബി നിരഞ്ജനയായിരുന്നു ആ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത്. കുഞ്ഞു ജാനിക്കുട്ടി ഇപ്പോൾ ഒരുപാട് വളർന്നു. ഇതിനോടകം ഓൺലൈൻ ചാനൽ ജാനിക്കുട്ടിയുടെ നിരവധി അഭിമുഖങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ സ്കൂളിൽ ആ കാര്യത്തില് എല്ലാവർക്കും ഒരു അഭിപ്രായം. അപ്പൊ നമുക്കാണെങ്കിൽ ആ ഒരു നമ്മുടെ ചെറിയൊരു റീൽ പോർഷൻ ഇല്ലേ, നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? മാറിക്കിടക്കടി, ഞാനാവാം. അങ്ങ് നീങ്ങി കിടക്കടി കുട്ടി പിശാചേ. ഞാൻ കുട്ടി പിശാച്ചല്ല. ആഹാ, നീ പിന്നെ ആര്, ഈനാ പേച്ചിയോ? അല്ല, യക്ഷിക്കുഞ്ഞ. അവളുടെ മുടി കണ്ടില്ലേ? ശരിയാ. ശരിയല്ല. നീ കിടക്കടി, ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇവിടെ ഭിത്തിയാ. ഭിത്തിനോട് ചേർന്ന് കിടക്കടി. ഒരേ എൻ്റെ അടുത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനിക്കുട്ടി നന്നായിട്ട് പോയംസ് ഒക്കെ പാടും, ഇപ്പൊ എനിക്കൊരു ഇംഗ്ലീഷ് പോയം പാടിത്തരണം. ഒരുപാട് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ? ആ, അപ്പോ ഇത്തവണ ഞാൻ പോയൊരു പോയമുണ്ട്. ഒരു ഡെമിട്രിയോസ് ട്രിഫ്രിയാറ്റിസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പോയറ്റിന്റെ വി ആർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു പോയത്. അപ്പൊ എന്റെ ലേശം മതിയോ? ഒരു സ്റ്റാൻസ. കുറച്ച് നല്ല ഐശ്വര്യം. ഞാൻ വിചാരിച്ചത്. Don't look at me as though I'm an alien or stranger. Don't let a dagger of antipathy fly out of your eyes. I'm your neighbor. Don't call me foe, antagonist, or rival.